നമസ്കാരം. ഫണ്ട് എടുത്തൊരു 60 സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിധി കമ്പനികളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ രീതിയിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും നിധി കമ്പനികൾ. അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പേരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിധി കമ്പനികളിൽ പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ട് വന്നിരിക്കാം. അപ്പോൾ ഈ ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അത് മറ്റൊന്നുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മറ്റൊന്നുള്ളത് നിധി കമ്പനികൾ. ഈ മൂന്നും ഇഷ്ടം പോലെ മുളച്ചു പൊന്തുന്നുണ്ട്. പ്രധാനമായും ഇവയെല്ലാം പെട്ടെന്ന് മുളച്ചു പൊന്താനുള്ള ഒരു കാരണം നിയമങ്ങൾ താരതമ്യേന വളരെയധികം ലിബറലൈസ് ചെയ്തു. നമുക്കറിയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ബാങ്ക് ഉണ്ടാക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഏകദേശം 10-15 വർഷങ്ങളായിട്ട് ഒരു ബാങ്കിങ് ലൈസൻസ് പോലും നൽകിയിട്ടില്ല. പക്ഷേ ഈ നിധി കമ്പനികളോ അല്ലെങ്കിൽ മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ ഇവയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ബാങ്ക് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പലതരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വളഞ്ഞ വഴിയിലൂടെ ബാങ്കിങ് നടത്തുക എന്നുള്ളതാണ് ഈ പല കമ്പനികളുടെയും ഉദ്ദേശം. അപ്പോൾ നിധി കമ്പനികൾ എന്താണെന്ന് നോക്കാം. നിധി കമ്പനികൾ പ്രവർത്തിക്കുന്നത് ബാങ്ക് നിധി കമ്പനികളായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിധി കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. NBFC നിധി കമ്പനികളും തമ്മിൽ പലർക്കും പല സംശയമുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും നിധി കമ്പനികളും രണ്ടും രണ്ടാണ്. പക്ഷേ രണ്ടിനും സമാനതകളും ഏറെയുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ NBFC പൊളിഞ്ഞു പോയാലും നിധി കമ്പനി പൊളിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ അകത്തൊന്നും വരുന്ന ഒന്നുമല്ല ഇത്. നിങ്ങൾ ഇട്ട പണം കമ്പനി നിലനിന്നാൽ ലഭിക്കും, ഇല്ലെങ്കിൽ പോകും. അപ്പോൾ നമ്മൾ നിധി കമ്പനികളിലേക്ക് വരാം. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ വളരെയധികം നിധി കമ്പനികളുടെ തട്ടിപ്പുകൾ നമ്മൾ വളരെയധികം കേട്ടു കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ. ഏകദേശം 15,000-ന്റെ അടുത്ത് നിധി കമ്പനികളാണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതിൽ സത്യം പറഞ്ഞാൽ ഈ 15,000-ന്റെ അകത്ത് 2,000-ൽ താഴെ മാത്രമേ നിയമപ്രകാരം കംപ്ലയൻസ് എല്ലാം ഫയൽ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നേയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്നുകിൽ കംപ്ലയിൻസ് ഉള്ള കാര്യം അറിയുന്നില്ല, അല്ലെങ്കിൽ അത് ഫയൽ ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഇവയുടെ പ്രവർത്തനം അനിശ്ചിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവർ ഈ പറഞ്ഞ പോലെ നിധി കമ്പനികളിലുള്ള ആളുകളെ ചേർക്കുന്നു, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. അവർ കടം കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പാടില്ല. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഉയർന്ന പലിശ നിരക്ക് ആകർഷണീയമാക്കി അവ കാണിച്ചിട്ടാണ് നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പം ഇതൊക്കെ ചില നിധി കമ്പനികളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ തന്നെ ചേർക്കുന്നവരെ ഡെപ്പോസിറ്റിൽ ചേർക്കുന്നവർക്ക് കമ്മീഷൻ ഓഫർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നിധി കമ്പനികളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ച് നിധി കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 200 മെമ്പേഴ്സ് അതിൻ്റെ അകത്ത് വേണം. നമ്മുടെ മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. അതേ സംഭവം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു നിധി കമ്പനിയിൽ ചേർന്നവർക്ക് മാത്രം തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. നമ്മൾ സാധാരണ ബാങ്ക് പോലെ ഓടി വന്നിട്ട് അക്കൗണ്ട് തുറന്നിട്ട് പൈസ എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റില്ല. ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ മാത്രമേ കൊടുക്കൽ വാങ്ങലുകൾ അഥവാ ഡെപ്പോസിറ്റ് ചെയ്യുകയും കടം കൊടുക്കുകയും പറ്റുകയുള്ളൂ. അതും കടം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മുകളിൽ വേണം കൊടുക്കാൻ. അതായത് ഗോൾഡോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ഥലം ഇങ്ങനെയുള്ളവയുടെയൊക്കെ മുകളിൽ ഈടിന്മേൽ മാത്രമേ കടം കൊടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരിക്കലും പൊളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ അനേകം നിധി കമ്പനികൾ ദിവസവും പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇത്രയധികം പൊളിഞ്ഞു പോകുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങൾക്ക് പോലും ഇവയെക്കാളും ആയുസുണ്ട്. പക്ഷേ നിധി കമ്പനികൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഇഷ്ടം പോലെ പൊളിയുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ കണ്ണൂരൊന്ന് പൊളിഞ്ഞു, അങ്ങനെ അനേകം പൊളിയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കാം. നമ്മൾ പറയുന്നത് ഈടിന്മേൽ മാത്രമേ കടം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഉയർന്ന പലിശ നിരക്ക് ആണ് നിധി കമ്പനികളുടെ ഒരു ആകർഷണീയത. അപ്പോൾ ഉയർന്ന പലിശ നിരക്ക് നൽകുന്നുണ്ട് എങ്കിൽ കടം കൊടുക്കുന്നതും ഉയർന്ന പലിശ നിരക്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉയർന്ന പലിശ നിരക്കിൽ കടമെടുക്കാൻ വേണ്ടി വരുന്നത് ആരായിരിക്കും? മറ്റെങ്ങും ചുരുങ്ങിയ പലിശ നിരക്കിൽ കടം ലഭിക്കാത്തവരാണ്. എന്തുകൊണ്ടാണ് മറ്റെങ്ങും ചുരുങ്ങിയ പലിശ നിരക്കിൽ കടം ലഭിക്കാത്തത്? കാരണം അവരുടെ മുൻകാല ചരിത്രം അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിനു മുമ്പ് എടുത്ത കടങ്ങളൊക്കെ ചിലപ്പോൾ മുടക്കം വരുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇവരുടെ വരുമാനം വിചാരിക്കുന്നത് പോലെയൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇവർ കടം എടുക്കുന്നത് മറ്റൊരു കടം തീർക്കാനാകാം, അല്ലെങ്കിൽ കൂടുതൽ കടത്തിലേക്ക് പോകാനാകാം. അപ്പോൾ ഉയർന്ന പലിശ നിരക്കിൽ കടമെടുക്കുന്നവരുടെ ഒരു പ്രത്യേകത ഇതാണ്. അപ്പം അങ്ങനെയുള്ളവർ വന്ന് കടമെടുക്കുമ്പോൾ താരതമ്യേന ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഡിഫോൾട്ടീസ് ആവും. അപ്പോൾ ഡിഫോൾട്ടേഴ്സ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ ഈടുവെച്ച സ്വർണ്ണമാകട്ടെ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകട്ടെ, ഇവ നിധി കമ്പനികൾക്ക് പിടിച്ചെടുത്ത് ലേലത്തിന് വെച്ചിട്ട് ഈ പണം ഈടാക്കാം എന്നുള്ളതാണ് വയ്പ്. പക്ഷേ എങ്കിൽ പോലും പല നിധി കമ്പനികളിലും സംഭവിക്കാറുള്ളൊരു കാര്യം, ഇങ്ങനെ ഇട്ടിട്ടുള്ള പണം ഈ നിധി കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ്
നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് പോലെയല്ല നിധി കമ്പനികൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 200 മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ടേഴ്സ്, ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഉള്ള പോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഈ വരുന്ന പണം ഈ എങ്ങനെ ഡിസ്പോഴ്സ് ചെയ്യുന്നതൊക്കെ ഉള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. ഉദാഹരണമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടറുടെ ഏതെങ്കിലും ഒരു ബിനാമി കടമെടുക്കണമെങ്കിൽ വളരെ ലളിതമാണ് കഥ. കാരണം 4 ലക്ഷം രൂപയോ മറ്റോ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സ്ഥലം കൊണ്ടുപോയി വെച്ചിട്ട് ഒരു അപ്രൈസർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് 40 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ 40 ലക്ഷം രൂപ കൊടുക്കുന്നു, അയാൾ തിരിച്ചടവ് മുടക്കി കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു റിക്കവറി നടത്തിയിട്ട് ഈ 40 ലക്ഷം എങ്ങനെ തിരിച്ചു കിട്ടും? ഇവിടെ മുതലാണ് സത്യത്തിൽ പൊളിയാൻ ആരംഭിക്കുന്നത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ല, ഇവയെല്ലാം പ്ലാൻഡ് ആണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിധി കമ്പനികളെ സംബന്ധിച്ച് നിധി കമ്പനികൾ ലഭിക്കുന്ന ഈ ഒരു പണം നമ്മുടെ സാധാരണ ബാങ്കുകൾ പോലെയോ അല്ലെങ്കിൽ NBFCകൾ പോലെയോ ഈ പണം ഏതെങ്കിലും സെക്യൂരിറ്റികൾ നിക്ഷേപിക്കുക, ബോണ്ട് നിക്ഷേപിക്കുക എന്നീ പറഞ്ഞ കാര്യങ്ങളും നടക്കില്ല. ഇവ ആ ഒരു മെമ്പേഴ്സിന് കടം കൊടുക്കൽ മാത്രമേ നടക്കൂ. ഈ പറഞ്ഞ പല പരിമിതികളും നിധി കമ്പനികൾക്കുണ്ട്. അപ്പോൾ നിധി കമ്പനികൾ ബഹുഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ 12,000 15,000 നിധി കമ്പനികളൊക്കെ ഉണ്ടായി വന്നവയിൽ ബഹുഭൂരിപക്ഷവും നാട്ടുകാരുടെ പണം കൈക്കലാക്കുകയും ആ പണം വച്ചിട്ട് അവർ മറ്റ് ബിസിനസ്സുകൾ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലുമാണ്. ചിലപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്സുകൾ നന്നായിട്ടുള്ള രീതിയിൽ നടക്കുകയാണെങ്കിൽ ഈ നിധി കമ്പനികൾ മുമ്പോട്ട് പോകും. ഉദാഹരണമായിട്ട് അടുത്തിടെ നമ്മൾ മധ്യപ്രദേശിൽ ഒരു വലിയ നിധി കമ്പനിയെ കണ്ടു. അത് പൊളിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണ്? അവർ അറിഞ്ഞുകൊണ്ട് പൊളിച്ചതല്ല, പക്ഷേ എങ്കിൽ പോലും പൊളിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നിക്ഷേപങ്ങളിൽ നിന്നും വാങ്ങിച്ച പണം അവർ ഒരു പ്രോക്സി കമ്പനി, ഒരു ബിനാമി കമ്പനി പ്രൊമോട്ടേഴ്സിൻ്റെ മറ്റാരുടെയോ പേരിൽ ഉണ്ടാക്കിയിട്ട് അതിൽ റിയൽ എസ്റ്റേറ്റ് പ്ലഡ്ജ് ചെയ്തിട്ട് നിക്ഷേപിച്ചു. പക്ഷേ റിയൽ എസ്റ്റേറ്റ് വില കണ്ടമാനം താഴേക്ക് പോയി. ഡെപ്പോസിറ്റേഴ്സിന് പണം കൊടുക്കേണ്ട കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ ഉള്ളതെല്ലാം റിക്കവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം കൊടുക്കാനുള്ളതിൻ്റെ പാതി പോലും എത്തുന്നില്ല. അതായത് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള വിലയുടെ മുകളിലാണ് ഈ കടമെല്ലാം കൊടുത്തത് എന്നർത്ഥം. അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ വളരെയധികം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിധി കമ്പനികൾ നിക്ഷേപം നടത്തുന്നത് നല്ലതാണോ? അതിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പണം വളരെ കൂടുതലുണ്ട്, പണം ആവശ്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കൊക്കെ പോവുക, ഒരു പരീക്ഷണം എന്ന രീതിയിൽ. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പണത്തിന് വിലയുള്ള ഒരാളാണെങ്കിൽ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിൽ, നിങ്ങൾ 2, 3, 4% അധികം ലഭിക്കുമെന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ എന്തിന് ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കണം? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു 4%, 5% പറയുന്ന മാക്സിമം ആ ഒരു 4, 5% കൂടുതൽ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ റിസ്ക്കുകളും എടുക്കുന്നത്. കാരണം നിധി കമ്പനികൾക്ക് നിയമപ്രകാരം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ രീതിയിലുള്ള റെപ്പോ റേറ്റ്സ് അനുസരിച്ച് 12% മാക്സിമം നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു 12% നിങ്ങൾക്ക് പല ബാങ്കുകളിലും 7-8% ലഭിക്കും. അപ്പോൾ ഈ ഒരു 4-5% വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത്. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയോ അർജൻസി ബേസ്ഡോ ആയിട്ട് ഏതൊരു നിക്ഷേപം പദ്ധതികളും മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ പലപ്പോഴും കാലമെത്തുന്നതിന് മുമ്പ് തകരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഇതൊരു നിധി കമ്പനി അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ നിധി കമ്പനികളെല്ലാം മോശമാണെന്നോ പറയാനുള്ളതല്ല. പക്ഷെ എങ്കിൽ പോലും സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ പണം എപ്പോഴും വളരെ വിലപ്പെട്ടതാണ്. റിസ്ക് എടുക്കുന്നതിന് മാത്രം റിവാർഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഒരു റിസ്ക് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വല്ല Nifty 50 സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ PSU കമ്പനികളിലോ നിങ്ങൾ നിക്ഷേപിക്കുന്നതായിരിക്കും റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ കണക്കാക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒരു നിധി കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും. നിധി കമ്പനികളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ RDO മാത്രമേ നിക്ഷേപിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ലിക്വിഡിറ്റിയും കൂടുതൽ കിട്ടും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പബ്ലിക് സെക്ടർ കമ്പനിയിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ. കാരണം നിങ്ങൾക്ക് മറ്റന്നാൾ ഇനിയിപ്പം വിറ്റിട്ട് പണത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റിട്ടെടുക്കാൻ കഴിയും. പക്ഷേ FD ഒന്നും അതേപോലെ അത്ര എളുപ്പമുള്ളൊരു കഥയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒട്ടും ലഭിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ നിക്ഷേപം അവ യുക്തിഭദ്രമായ രീതിയിൽ നടത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവരാരെങ്കിലും കൊണ്ടുപോയതായിരിക്കും അവസാനം സംഭവിക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാൻ. അതുവരെ നന്ദി, നമസ്കാരം.